സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യം തവണകളാക്കാൻ സർക്കാർ തലത്തിൽ ആലോചന. ഈ മാസം വിരമിക്കാനിരിക്കുന്ന ജീവനക്കാരുടെ പെൻഷനാണ് തവണകളാക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് സർക്കാരിന്റെ ജനദ്രോഹ നടപടി. അതേസമയം നീക്കത്തിനെതിരെ കടുത്ത വിയോജിപ്പുമായി ഫെറ്റോയും രംഗത്തെത്തിയിട്ടുണ്ട്. 16,538 ജീവനക്കാരാണ് ഈ മാസം വിരമിക്കാനിരിക്കുന്നത്. ഇവർക്കായി ഏകദേശം 91,051 കോടിയോളമാണ് വിരമിക്കൽ ഇനത്തിൽ ചിലവാക്കേണ്ടി വരുന്നത്. നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ തുക സർക്കാരിന് അധിക ബാധ്യതയാകും. ഇതാണ് ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യം തവണകളാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. തുക ട്രഷറിയിലേക്ക് മാറ്റി ആകർഷകമായ പലിശ നൽകാമെന്നും അത്യാവശ്യങ്ങൾക്ക് തവണ വ്യവസ്ഥയിൽ തിരികെ നൽകാമെന്നുമാണ് സർക്കാർ അവകാശപ്പെടുന്നത്. വിരമിക്കൽ ആനുകൂല്യം മരവിപ്പിച്ച് നിർത്തിയാൽ അത് ഗുരുതരമായ നിയമപ്രശ്നങ്ങൾക്ക് ഇടയാക്കും. അതും സർക്കാരിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇക്കാരണത്താലാണ് തവണ വ്യവസ്ഥയിൽ നൽകാമെന്ന തീരുമാനത്തിൽ സർക്കാർ എത്തിയത്. അതേസമയം സർക്കാർ നീക്കം ഞെട്ടലുളവാക്കുന്നുവെന്നും തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഫെറ്റോ ജനറൽ സെക്രട്ടറി PS ഗോപകുമാർ അറിയിച്ചു. ഇപ്പോൾ തന്നെ സർവീസിലുള്ള ജീവനക്കാരുടെയും അധ്യാപകരുടെയും നിരവധി ആനുകൂല്യങ്ങൾ സർക്കാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ ക്ഷാമബത്തയുടെ കുടിശ്ശിക വർഷങ്ങളായിട്ട് സർക്കാർ മരവിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഇതുവരെ വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. വിരമിച്ച പെൻഷൻകാരുടെയും അധ്യാപകരുടെയും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കാതെ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ധാരാളം ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ കിട്ടാതെ ഏതാണ്ട് 1 ലക്ഷത്തോളം ജീവനക്കാരും അധ്യാപകരും ഇതിനോടകം തന്നെ മരണപ്പെട്ടു പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിന്റെ ഈ പുതിയ തീരുമാനം വരുന്നത്. യാതൊരു തരത്തിലും ഈ തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഫെറ്റോ അതിശക്തമായിട്ട് ഈ തീരുമാനത്തിനെതിരായിട്ട് നിലകൊള്ളുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം ട്രഷറി ഇടപാടുകൾക്ക് നിലവിൽ കടുത്ത നിയന്ത്രണമാണുള്ളത്. ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയായ 22,500 കോടിയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയായ 15,000 കോടിയും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ജീവനക്കാരുടെ വിരമിക്കൽ. ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായപരിധി ഉയർത്തി താൽക്കാലിക പരിഹാരം കാണാനും ആലോചനയുണ്ട്. എന്നാൽ ഇത് യുവാക്കളുടെ ശക്തമായ പ്രതിഷേധത്തിന് കാരണമാകുമെന്നതും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. വിദേശ പര്യടനത്തിനായ മുഖ്യമന്ത്രി 22-ാം തീയതിയോടെ തിരിച്ചെത്തും. തുടർന്നാകും ഇക്കാര്യത്തിൽ അന്തിമ നടപടി സ്വീകരിക്കുക. ജനം, തിരുവനന്തപുരം.